ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജയശ്രീ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എൻ്റെ കശ്മീർ യാത്രയാണ്. ഞാൻ കശ്മീർ എന്നാ പോയതെന്നുണ്ടെങ്കിൽ 2024 ജൂണിലാണ് ഞാൻ കശ്മീർ യാത്ര പോയത്. ഇവിടുന്ന് ഞാൻ ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല ബുക്ക് ചെയ്തത്. ഞാൻ ഡൽഹി വരെ ട്രെയിനിലാണ് പോയത്. അവിടുന്ന് ഡൽഹിയിൽ നിന്ന് വീണ്ടും ട്രെയിനിൽ ജമ്മുതാവി വരെ പോയി. അവിടെ നിന്നാണ് ഫ്ലൈറ്റ് എടുത്ത് ജമ്മുതാവി എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് എടുത്തിട്ട് ഞാൻ ശ്രീനഗറിലേക്ക് പോയത്. ആദ്യ ദിവസം ശ്രീനഗറിലെ കാഴ്ചകളാണ് കാണാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. ആദ്യം പോയത് ഷാലിമാർ ഗാർഡൻ, ക്രൗൺ ഓഫ് ശ്രീനഗർ എന്ന് പറയും. ശ്രീനഗറിലെ ഒരു മുഗൾ ഗാർഡൻ ആണ്. അത് ഡാൽ ലേക്കിന്റെ വടക്ക് കിഴക്കായിട്ടാണ് വരുന്നത്. ഇത് നമ്മുടെ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ പത്നി നൂർജഹാന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നീട് കാണാൻ പോയത് മുഗൾ ഗാർഡനിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നിഷാദ് ഗാർഡനിലേക്കാണ്. ഇത് നമ്മുടെ ഡാൽ ലേക്കിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ടെറസ്ഡ് മോഡലായിട്ടുള്ള ഉദ്യാനമാണ് നിഷാദ് ബാഗ് ഗാർഡൻ. നിഷാദ് ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉറുദു വേർഡാണ്. അതിന്റെ അർത്ഥം വരുന്നത് ആനന്ദത്തിന്റെ പൂന്തോട്ടം എന്നാണ്. ഇത് നമ്മുടെ നൂർജഹാന്റെ മൂത്ത സഹോദരൻ ആസിഫ് ഖാൻ ആണ് സ്ഥാപിച്ചത്. പിന്നീട് നമ്മൾ കാണാൻ പോയത് പരിമഹൽ, അതായത് നമ്മുടെ ശ്രീനഗറിലെ സബർബൻ മലനിരകളിൽ 6 തട്ടുകളായിട്ടുള്ള ഉദ്യാനത്തോട് കൂടിയിട്ടുള്ള ഒരു കൊട്ടാരമാണ് ഈ പരിമഹൽ. മുഗൾ രാജാവായ ദാരാ ഷിക്കോഹ് ആണ് ഇത് സ്ഥാപിച്ചത്. പിന്നെ നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് കാണാനുള്ളത് ഇന്ദിരാഗാന്ധി തുളിപ്സ് ഗാർഡൻ ആണ്. അത് ഏപ്രിൽ മാസത്തോടു കൂടി അതിന്റെ സീസൺ അവസാനിക്കും. അത് കാരണം എനിക്ക് അത് കാണാൻ സാധിച്ചില്ല. ഈ ഡാൽ ലേക്കിന്റെ ചുറ്റുമാണ് ഈ ഗാർഡൻസ് എല്ലാം ഉള്ളത്. ശ്രീനഗറിൽ അത്യാവശ്യം ചൂടുള്ള കാലാവസ്ഥ ആയിരുന്നതിനാൽ സഞ്ചാരികളുടെ ഒഴുക്ക് വളരെ കുറവായി. ചെടികളും പൂക്കളും എല്ലാം നല്ല രീതിയിൽ അടുത്ത സീസണ് വേണ്ടി ജോലിക്കാര് പരിപാലിക്കുന്നുണ്ടായിരുന്നു. ഗാർഡൻ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അതിന് ആൾക്കാര് എപ്പോഴും ക്ലീനിങ്ങും കാര്യങ്ങളും, ഡസ്റ്റ്ബിൻ യൂസ് ചെയ്യാനുള്ള സൈൻ ബോർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ മുഗൾ ഗാർഡനുകളിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് നമ്മുടെ ഷാലിമാർ ഗാർഡൻ ആണ് കേട്ടോ. അടുത്തതായി നമ്മുടെ സബർബാൻ റേഞ്ചിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ചഷ്മ ഷാഹി എന്ന് വിളിക്കുന്ന മുഗൾ ഗാർഡൻ ആണ് കാണാൻ പോകുന്നത്. നമ്മുടെ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ അദ്ദേഹത്തിന്റെ ഗവർണറായിരുന്ന അലി മർദാൻ ഖാൻ ഒരു നീരുറവയ്ക്ക് ചുറ്റും നിർമ്മിച്ച മുഗൾ ഉദ്യാനങ്ങളിൽ ഒന്നാണ് ഈ ചഷ്മ ഷാഹി. നമ്മുടെ ദാൽ തടാകത്തിന് അഭിമുഖമായിട്ടാണ് ഈ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. നല്ല ചൂടുള്ള കാലാവസ്ഥയിലും ഇവിടെ അത്യാവശ്യം സഞ്ചാരികൾ വന്ന് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ജലസ്രോതസ്സായ ഈ നീരുറവയിൽ നിന്നും സഞ്ചാരികൾ ശുദ്ധജലം കളക്ട് ചെയ്യുകയും കുടിക്കാനും ഒക്കെയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ വെള്ളമാണ് ഈ പൂന്തോട്ടത്തില് മെയിനായിട്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന രീതിയിൽ, അപകടകരമല്ലാത്ത രീതിയിൽ വെള്ളം കെട്ടി നിർത്തി സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ജമ്മു കാശ്മീർ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്.
ഇത് നമ്മുടെ ജമ്മു കാശ്മീരിലെ ബോട്ടാണിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. ഇത് ഒരുപാട് ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഗാർഡൻ ആണ്. ഡാൽ ലേക്കിന്റെ ഒരു ഭാഗം ഇതിന് അഭിമുഖമായിട്ടുണ്ട്. അവിടെ ബോട്ടിങ്, ഫൗണ്ടൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഗാർഡനിൽ വന്നപ്പോൾ പുതിയതായി കണ്ടൊരു കാഴ്ചയാണ്, ഇവിടെ ഇതിനകത്ത് നമ്മുടെ CRPFന്റെ ജവാന്മാര് നല്ല രീതിയിൽ റോന്ത് ചുറ്റുന്നുണ്ടായിരുന്നു. ശ്രീനഗറിലെ ഉദ്യാന കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഡാൽ ലേക്കിലുള്ള ഒരു എന്റർടൈൻമെന്റ് ആയ ഷിക്കാര റൈഡ് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള യാത്രയിലാണ്. 1 ഹവറിന്റെ പാക്കേജാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് 1600 രൂപയാണ് ഞാൻ മുൻകൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിയിൽ ഒരു ആപ്പിൾ തോട്ടം കണ്ടു. അവിടെ ആപ്പിള് സീസൺ അല്ലാത്ത കാരണം ഉണ്ടായിരുന്നില്ല. ഇനി ഷിക്കാരയിൽ ഒരു സവാരിയാവാം. ഉയർന്ന മലനിരകളും മഞ്ഞുമൂടിയ മലകളും ശാന്തമായി യാത്ര ചെയ്യുന്ന ഷിക്കാരയും നിശ്ചലമായി നിൽക്കുന്ന ഹൗസ് ബോട്ടും എല്ലാം കൂടി ഒരു മനോഹരമായ കാഴ്ച നൽകുന്ന ദാൽ തടാകം കാശ്മീരിലെ പ്രധാന സിനിമാ ചിത്രീകരണ ലൊക്കേഷനുകളിൽ ഒന്നാണ്. ഇതുകൂടാതെ ഫ്ലോട്ടിംഗ് പച്ചക്കറി, പൂമാർക്കറ്റ് എന്നിവ ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇവിടെ നമ്മൾ വരേണ്ട സമയം എന്ന് പറയുന്നത് മാർച്ച് തൊട്ട് നവംബർ വരെയാണ്. കാശ്മീർ യാത്രയിലെ 2ാം ദിവസം ഞാൻ പോയത് ദൂദ് പത്രി, അത് കാണാനാണ് കേട്ടോ. മലനിരകളും അരുവികളും പ്രകൃതി ഭംഗിയും എല്ലാം ഒത്തിണങ്ങിയ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു സ്വിറ്റ്സർലാൻഡിൽ എത്തി കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രതീതിയാണ്. മിനി സ്വിറ്റ്സർലാൻഡ് ഇതിനെ പറയാറുണ്ട്. പോകുന്ന വഴിയിലെ കാഴ്ചകൾ തന്നെ അതിമനോഹരാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് പോകാം. പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്, അത് കൊടുത്ത് നമുക്ക് അകത്ത് പോകാം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുതിരയെ ഹയർ ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ മുഴുവൻ ഭംഗി ആസ്വദിക്കാൻ എല്ലാ ഭാഗങ്ങളിലേക്കും പോവാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് തോന്നും ഈസിയാണ് കയറി പോവാൻ എന്നൊക്കെ തോന്നിയാലും കൂടിയിട്ട് നമുക്ക് തീരെ നടക്കാൻ സാധിക്കില്ല. നടന്നു കഴിയുമ്പോഴേക്കും നമ്മളിങ്ങനെ നന്നായി കിതയ്ക്കും. സമ്മറിലാണ് യാത്രയെങ്കിലും ഇവിടെ അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. ആദ്യമായി കുതിരപ്പുറത്ത് കയറിയതിന്റെ സന്തോഷവും ഭയവും എല്ലാം കൂടി യാത്ര തുടങ്ങി. ഈ മലനിരകളും താഴ്വാരങ്ങളും കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഈ ക്യാമറയിൽ കാണുന്നത് പോലെയല്ല നേരിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അത്രയും ഭംഗിയാണിത് കാണാനായിട്ട്. ഈ സ്ഥലത്തിന് ദൂദ് പത്രി എന്ന പേര് വരാൻ കാരണം ഇവിടെ ഇതിന്റെ താഴ്വാരത്തു കൂടെ ഒഴുകുന്ന ഒരു അരുവിയുണ്ട്, സ്ട്രീം. ആ സ്ട്രീമിൽ ഉള്ള വെള്ളം പാലിന്റെ നിറമാണ്. അതുകൊണ്ടാണ് അതിന് ദൂദ് പത്രി എന്നുള്ള പേര് വന്നത്. ഈ താഴ്വാരത്തിലുള്ള ഈ പാലിന്റെ നിറത്തിൽ ഒഴുകുന്ന ഈ അരുവി, അതാണ് ഈ സ്ഥലത്തിന് ദൂദ് പത്രി എന്ന് പേര് കിട്ടാനായിട്ട് കാരണം. നല്ല ഭംഗിയുള്ള വെള്ളം അല്ലേ, നല്ല ക്ലീൻ ആണ്, നല്ല നീറ്റാണ്, നല്ല ട്രാൻസ്പെറന്റ് ആണ്. നമുക്ക് താഴെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കൃത്യമായിട്ട് കാണാം. പിന്നെ ഈ കല്ലുകളൊക്കെ ഭയങ്കര സ്മൂത്താണ്. കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി 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 അത് നല്ല മിനുസായിട്ടുള്ളതാണ്. ഇവിടെ എത്ര സമയം ഇരുന്നാലും നമുക്ക് മതിയാവില്ല, അത്രയും നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഈ ദൂദ് പത്രിയിൽ വന്നു കഴിഞ്ഞാൽ. ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് തിരിച്ച് പോവുകയാണ്.
ഇനി നാളെ പോകുന്നത് ഗുൽമാർഗിലേക്കാണ്. ഗുൽമർഗിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് കേബിൾ കാർ, അതിന്റെ റൈഡാണ്. അത് നമ്മൾ മുൻകൂട്ടി ഓൺലൈൻ വഴി നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഫേസ് 1, അത് കഴിഞ്ഞ ഫേസ് 2. ഇത് ശ്രീനഗറിൽ നിന്ന് 56 കിലോമീറ്റർ അകലെയാണ്. ഫേസ് 1ലേക്കുള്ള ഉയരം എന്ന് പറയുന്നത് 8694 അടി ഉയരത്തിലാണ് ഫേസ് 1 സ്ഥിതി ചെയ്യുന്നത്. കേബിൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ താഴ്വരയിൽ കാണുന്ന ദൃശ്യമാണ്. ചെമ്മരിയാടുകൾ മേയാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നുണ്ട്. ഫേസ് 1ലെ അതിമനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെയും നമുക്ക് ഹോഴ്സ് റൈഡ് പോലെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ JK ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. ഈ സ്റ്റേഷനിൽ നിന്ന് ഫേസ് 2ലേക്ക് ഉള്ള സഞ്ചാരികളെ കൊണ്ടുപോകുന്ന കേബിൾ കാറാണ് കാണുന്നത്. അവിടുന്ന് മടങ്ങി വരുന്നവരെയും കാണാം നമുക്ക്. ചുറ്റും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടുകൾ പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകളാണ്. നമുക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് നോക്കിയാലും പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് ഭംഗിയുള്ളത് കാണാൻ പറ്റും. ഇവിടെ ഒരു പ്രധാന സാധനം പിന്നെ വേറെ കഴിക്കാനായിട്ട് കിട്ടി. കുൽച്ച, നമ്മുടെ തേങ്ങാപ്പൂള് പോലത്തെ ഒരു സാധനമാണ്. അടിപൊളിയാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം കേബിൾ കാർ സ്റ്റേഷനിൽ ഞാൻ വെയിറ്റ് ചെയ്യാണ് സെക്കൻഡ് ഫേസിലേക്കുള്ള കേബിൾ കാറിന് വേണ്ടിയിട്ട്. ഇവിടെ ചുറ്റും വേറെ പല ആക്ടിവിറ്റീസും സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട്. വളരെ സ്ലോ ആയിട്ടാണ് ഇത് വരുന്നത്. നമുക്ക് പ്രായമായവർക്കായാലും കുട്ടികൾക്കായാലും പേടിക്കാതെ തന്നെ കയറാം. അത്യാവശ്യം ചെറിയൊരു സമയം ഉണ്ട് നമുക്ക് അതിനകത്തേക്ക് കയറാനായിട്ട്. ഈ വരുന്നതിൽ ഞാനും കയറാൻ പോവുകയാണ്. സെക്കൻഡ് ഫേസിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളും മഞ്ഞിന്റെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി വരാം. സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് 13,800 അടിയോളം ഉയരത്തിലാണ് കിടക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ചിലവർക്കൊക്കെ ബ്രീത്തിങ്ങിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണത് നന്നാവും. ആദ്യകാലങ്ങളിൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന റോപ്പ് വേ ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാം. കേബിൾ കാറിൽ ഇരുന്നു കൊണ്ട് താഴേക്കുള്ള മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. തിരിച്ചു പോകുന്ന കേബിൾ കാറുകളും നമുക്ക് കാണാൻ സാധിക്കും. കൂറ്റൻ മലനിരകളുടെ മുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. 13,800 അടി ഉയരം എന്ന് പറയുമ്പോൾ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും ഉയരത്തിലേക്കാണ് ഈ കേബിൾ കാർ നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ സെക്കൻഡ് ഫേസിൽ എത്തി. ഇവിടെ നമുക്ക് ആളുകൾ മഞ്ഞിൽ കളിക്കുന്നതും സ്ലെഡ്ജിൽ അവരെ വലിച്ചു കൊണ്ടുപോകുന്നതുമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലേക്ക് ഈ പാറക്കല്ലുമ്മേ കൂടെ കയറി നടന്ന് എത്തിയാലാണ് നമുക്ക് അത്യാവശ്യം കുറേ ഏരിയയിലുള്ള സ്നോ കാണാൻ സാധിക്കുക. അത്യാവശ്യം നന്നായി കഷ്ടപ്പെട്ടായാലും സ്നോ പോയിന്റിൽ എത്തിച്ചേർന്നു. അവിടെ ചെന്നപ്പോഴുള്ള അനുഭവം പറയാൻ പറ്റാത്തതാണ്. അത്രയും സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് അവിടെ മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുക. ഇവിടെ പലതരം സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഒരു വാങ്ങുന്നുണ്ട്.
പിന്നെ സ്കേറ്റിങ് അങ്ങനെ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ മൂക്കുത്തി താഴെ വീഴും. അപ്പോൾ അത് ഒന്ന് നോക്കി കണ്ടൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മഞ്ഞിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര സ്ലിപ്പറിയാണ്, നോക്കി നടക്കണം. അങ്ങനെ ഗുൽമാർഗിലെ ഗൊണ്ടോലയിലെ ഫേസ് 1ഉം ഫേസ് 2ഉം അടിപൊളിയായിട്ട് കണ്ട് സന്തോഷിച്ച് തിരിച്ചു മടങ്ങി പോവാണ്. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഇനി പോകുന്നത് സോനാമാർഗിലേക്കാണ്. നമ്മുടെ ശ്രീനഗറിൽ നിന്ന് ഏതാണ്ട് 80 കിലോമീറ്ററോളം അകലെയാണ് ഈ സോനാമാർഗ് എന്ന് പറയുന്ന സ്ഥലം. ഏകദേശം നമുക്കൊരു 2 മണിക്കൂറോളം യാത്ര വരും. 2 മണിക്കൂറോളം നമുക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നല്ലൊരു യാത്ര തന്നെ. പോകുന്ന വഴിയിൽ റാഡിസൺ ബ്ലൂവിന്റെ ഹോട്ടല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ച ഭയങ്കര രസമാണ്. കണ്ട് മതിയാവില്ല നമുക്ക്, അത്രയും ഭംഗി. ഇവിടെ വരെ വണ്ടി വരുള്ളൂ. സോനാമാർഗിലേക്ക് നമ്മൾ വേറെ വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ട് പോകണം. അവിടെ യൂണിയന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അവരുടെ വണ്ടി ഹയർ ചെയ്തിട്ട് വേണം നമ്മൾ സോനാമാർഗിലേക്ക് പോവാനായിട്ട്. ഇവിടെ നമുക്ക് കുറച്ച് വ്യൂ പോയിന്റ്സ് ഉണ്ട്. സോജില്ല പാസ്, ഫിഷിംഗ് പോയിന്റ്, പിന്നെ സീറോ പോയിന്റ്, അങ്ങനെ കുറച്ച് അട്രാക്ഷൻസ് ആണ് നമുക്ക് സോനാമാർഗിൽ കാണാനായിട്ട്. ഈ സോനാമാർഗിലേക്കുള്ള റോഡ് വളരെ ചെറിയതാണ് കേട്ടോ, വളരെ ചെറുതെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്കി ആയിട്ടുള്ള റോഡാണ്. ഇവിടുത്തെ കല്ലുകളൊക്കെ കണ്ടു, അതിന്റെ സ്ട്രക്ചർ. നമ്മളൊന്ന് വേറെ ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര റിസ്ക്കാണ് ഇവിടെ. ഞാൻ പോയ ടൈം അമർനാഥിലേക്കുള്ള യാത്രികളുടെ സമയമായിരുന്നു കേട്ടോ. ഈ പോയിന്റിൽ നിന്നാണ് അമർനാഥിലേക്കുള്ള യാത്രികൾ പ്രൈവറ്റ് ഹെലികോപ്റ്ററിൽ ഇവിടുന്ന് കണ്ടോ കണ്ടോ, ഈ പോയിന്റിൽ നിന്നാണ് ഈ പ്രൈവറ്റ് ഹെലികോപ്റ്ററിലേക്ക് കയറിയിട്ട് അവര് അമർനാഥിലേക്ക് യാത്ര പോകുന്നത്. അതുപോലെ തന്നെ തിരിച്ചു വരുന്ന യാത്രികളെയും നമുക്ക് കാണാം. ഈ അമർനാഥ് യാത്രയുടെ തിരക്ക് കാരണം റോഡുകളിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഏതാണ്ട് സോനാമാർഗിന്റെ മനോഹരമായ ഭാഗങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങോട്ട് നോക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലാതെയാവും അവിടെ ചെല്ലുമ്പോൾ. മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളും പച്ച വിരിച്ചു കിടക്കുന്ന മലനിരകളും ഐസ് വീണ് കിടക്കുന്നതും അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാം. കണ്ടുകൊണ്ട് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള റോഡാണ്. കല്ലുകൾ കണ്ടില്ലേ, കല്ലിന്റെ സ്ട്രക്ചറൊക്കെ ഒരു പ്രത്യേക തരമാണ്. മലയിടുക്കുകളിൽ കാണുന്ന വെളുത്ത നിറം ഐസ് കട്ടയായി കിടക്കുന്നതാണ്, കാലാകാലങ്ങളായിട്ട് കട്ടയായി കിടക്കുന്നതാണ്. അങ്ങനെ സീറോ പോയിന്റിൽ എത്തി സോനാമാർഗില്. ഈ സോനാമാർഗ് ഭൂമിയിലെ സ്വർഗം തന്നെയാണ് കേട്ടോ. കശ്മീരിലെ സ്വർഗം എന്ന് പറയുന്നത് ഈ സോനാമാർഗിലെ ഈ സീറോ പോയിന്റ് തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ATVയിൽ നമുക്ക് പോവാനായിട്ട് പറ്റും കേട്ടോ. ഭയങ്കര റിസ്ക്കാണ്. അതാ കണ്ടില്ലേ, ചീറിപ്പഞ്ഞാണ് പോകുന്നത്. പിന്നെ നമുക്കിവിടെ ഉള്ളത് ഐസ് സ്കേറ്റിങ്, പിന്നെ വരുന്നത് സ്ലെഡ്ജിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഇവിടെയും നമുക്ക് ഹോഴ്സ് റൈഡ് ഉണ്ട്. കുറേ ഏരിയ ഒക്കെ ഹോഴ്സിന്റെ പുറത്ത് കയറി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ത് മനോഹരല്ലേ കാണാനായിട്ട്, കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയും ഭംഗിയാണ് ഇവിടെ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ കാണുന്നത്.
ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് തൊട്ട് മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് കശ്മീർ കാണണം എന്നുള്ളത്. അതിപ്പോ സാധിച്ചു. കുറെ ഭാഗങ്ങളിലൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്, കുറെ ഭാഗത്ത് പച്ച പറിച്ച് കിടക്കുന്നുണ്ട്. ഇതിപ്പോ സമ്മർ ആയതുകൊണ്ടാണ് കേട്ടോ. സമ്മർ ആണെങ്കിലും കൂടി ഇവിടെ അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ഉണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോ സമ്മർ അല്ലാത്ത സമയങ്ങളിൽ, തണുപ്പുള്ള സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ സർവൈവ് ചെയ്യാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് കാലാകാലങ്ങളായിട്ട് ഇവിടെ വീണ് കിടക്കുന്ന ഐസാണ് കേട്ടോ. ഈ ഐസിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ്, നല്ല സ്ലിപ്പറിയാണ്, കെട്ടിമറിഞ്ഞ് വീഴാതെ നോക്കണം. നല്ല ഹാർഡാണ് കേട്ടോ ഐസ്, നല്ല ഹാർഡായിട്ട് കിടക്കുക. ഇവിടെ നല്ല ആൾക്കാർ, സഞ്ചാരികൾ വന്ന അത്യാവശ്യം ഇങ്ങനെ കടലാസും കുപ്പി അതും ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് വൃത്തികേടാക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇത്രയും മനോഹരമായ സ്ഥലം ഞാൻ വേറെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ കാശ്മീരിന്റെ എല്ലാ കാഴ്ചകളും കണ്ട് മനസ്സ് നിറഞ്ഞ് യാത്ര തിരിക്കുകയാണ്. നാളെ രാവിലെ തിരിച്ച് ഇവിടുന്ന് കാശ്മീരിൽ നിന്ന് നമ്മുടെ നാടായ കേരളത്തിലേക്ക് ഫ്ലൈറ്റ് കയറും. ഞാൻ ഡൽഹിയിൽ നിന്നാണ് ഫ്ലൈറ്റ് എടുത്തിരിക്കുന്നത്. അവിടെ വരെ ട്രെയിനാണ്. എല്ലാവരും അപ്പോൾ ഒരിക്കലെങ്കിലും കാശ്മീർ കാണാം കേട്ടോ. ബൈ ബൈ.